നവംബർ 1 ഐക്യകേരളത്തിൻ്റെ പിറവിയുടെ ദിനമാണ്. കേരളം പറന്നിട്ട് 69 കൊല്ലമാകുന്ന ഈ വേളയിൽ നാം സ്വാഭാവികമായും ആ ഭൂതകാലത്തിലേക്ക് നോക്കാൻ കടപ്പെട്ടവരാണ്. ഇന്ന് കേരളമായി മാറിയ ഈ ഭൂഭാഗം 56-ന് മുമ്പ് മലബാറും കൊച്ചിയും തിരുവിതാംകൂറുമായി വേർപെട്ട് കിടന്ന 3 കഷ്ണങ്ങളായിരുന്നു. അവിടെയെല്ലാം ജീവിച്ചവർ ആയിരുന്നു മലയാളികൾ. അവരുടെ ഭാഷ മലയാളമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ പ്ലീനം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചത്. ആ പ്രമേയത്തിൻ്റെ ആഹ്വാനം ഐക്യകേരളത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പാർട്ടി കടക്കണമെന്നും വമ്പിച്ച ജനമുന്നേറ്റം അതിനുവേണ്ടി സംഘടിപ്പിക്കാൻ പാർട്ടി മുമ്പിൽ ഉണ്ടാകണമെന്നുമായിരുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ രംഗത്തുമുള്ള ജനങ്ങളെ, കർഷകരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണിനിരത്തി. ഈ ആശയത്തിൻ്റെ പ്രചരണാർത്ഥം ഡൽഹി, ബോംബെ, കൽക്കട്ട തുടങ്ങിയ ഇടങ്ങളിലെല്ലാമുള്ള മലയാളികളുടെ വിപുലമായ കൺവെൻഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചു. ആശയം അങ്ങനെ മലയാളം സംസാരിക്കുന്ന എല്ലാവരുടെയും പൊതുവികാരമായി മാറി. അങ്ങനെ മാറ്റിയതിൽ പാർട്ടി വഹിച്ച പങ്ക് ഉദാത്തമായ പങ്കായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് എണ്ണമറ്റ പ്രക്ഷോഭങ്ങൾ, ജനകീയ മുന്നേറ്റങ്ങൾ, അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കേരളം പിറന്നത്. പദം പദം ഉറച്ചു നാം, പാടി പാടി പോക നാം, പാരിൽ ഐക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ എന്ന് പറയുന്ന ഒരു മാർച്ചിങ് സോങ് അക്കാലത്ത് പ്രക്ഷോഭത്തിൻ്റെ എല്ലാ നിലകളിലും ജനങ്ങൾ ആവേശപൂർവ്വം ഏറ്റുപാടിയ ഒരു പാട്ടായിരുന്നു, ഒരു മാർച്ചിങ് സോങ് ആയിരുന്നു. ജനകീയ പ്രക്ഷോഭത്തിൻ്റെയും ജനകീയ സ്വപ്നങ്ങളുടെയും ഫലമായിട്ടാണ് കേരളം പിറന്നത്. ആ പിറവിയാണ് 56 നവംബർ മാസം 1-ാം തീയതി നാം കണ്ടത്. കേരളത്തിൻ്റെ പിറവി അതിനുശേഷമുണ്ടായ ഏറ്റവും മഹത്തായ സംഭവങ്ങളിലൊന്നാണ് 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ആവിർഭാവം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണം മാത്രമല്ല. അതിനു മുമ്പുള്ള എത്രയോ വർഷങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും, മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒരുപോലെ അധികാരവർഗത്തിനാൽ വേട്ടയാടപ്പെട്ടൊരു പാർട്ടി, ഭീകരമായ മർദ്ദനങ്ങൾക്കും എതിർപ്പുകൾക്കുമെല്ലാം വിധേയമായ പാർട്ടി, നൂറുകണക്കിന് ധീരന്മാരുടെ ജീവിതങ്ങൾ ബലികൊടുക്കേണ്ടി വന്ന പാർട്ടി, ആ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കയ്യൂർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പുന്നപ്പുറയും വയലാറും ശൂരനാടും അടക്കമുള്ള എത്രയോ സ്ഥലങ്ങളിൽ ഈ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങൾ രാഷ്ട്രീയമായിരുന്നു, മോചനമായിരുന്നു. ജനങ്ങളുടെ മോചനം, സംസ്ഥാനങ്ങളുടെ ഏകീകരണം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു വ്യക്തതയാർന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയത്. അതിൻ്റെ എല്ലാ ഓർമ്മകൾ, ചരിത്രപരമായി തന്നെ പ്രധാനപ്പെട്ട ഓർമ്മകൾ നാം ഈ ദിനത്തിൽ സ്വാഭാവികമായിട്ടും ഓർത്തു പോകുന്നുണ്ട്. 56 നവംബർ 1-ൻ്റെ ആ പിറവിക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വരവ് 57 ഏപ്രിൽ മാസം 5-ാം തീയതിയായിരുന്നു. ആ ഗവൺമെൻറ് കേരളത്തിൻ്റെ വികാസത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു. അതിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൻ്റെ ആഴം കാണാൻ കഴിയും, കാഴ്ചപ്പാടിൻ്റെ ശരികളെ വായിക്കാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യകേരളത്തിൽ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് പ്ലീനം സമ്മേളനം കൂടിയത് അതും തൃശ്ശൂരിലായിരുന്നു. ആ സമ്മേളനമാണ് മുന്നോട്ട് പോകേണ്ട കേരളത്തിൻ്റെ വഴിത്താരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിക്കേണ്ടുന്ന രാഷ്ട്രീയ പങ്കിനെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് വ്യക്തമായി അവതരിപ്പിച്ചത്. അതിൻ്റെ കൂടെ ഫലമായിട്ടാണ് 57-ലെ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കാൻ പോകുമ്പോൾ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിയുടെ കൺവീനർ സഖാവ് സി അച്യുതമേനോനായിരുന്നു. ആ തീരുമാനപ്രകാരമുള്ള മാനിഫെസ്റ്റോയ്ക്ക് അതിലെഴുതിയ സഖാവ് അച്യുതമേനോൻ കൊടുത്ത തലക്കെട്ട് അന്നും ഇന്നും അന്വർത്ഥമാണ്: ഐശ്വര്യപൂർണ്ണമായ കേരളം കെട്ടിപ്പടുക്കാൻ. അതിനുവേണ്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടങ്ങളെല്ലാം. അന്നും ഇന്നും പോരാട്ടം അതിനു വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57-ൽ
ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടത്, വോട്ട് ചോദിച്ചത്. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റി. ആ ഗവൺമെൻറ്റാണ് അതിൻ്റെ മാനിഫെസ്റ്റോയിലെ ഓരോരോ അംശങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. 57 ഒന്നാമത്തെ ഗവൺമെൻറ്റിന് കഷ്ടിച്ച് 2 കൊല്ലമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 59 ആ ഗവൺമെൻറ്റിനെ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ രാഷ്ട്രീയമായ അതിൻ്റെ വൈരാഗ്യബുദ്ധിയാൽ പിരിച്ചുവിട്ട കാര്യവും നമുക്കറിയാം. അത് ഭരണഘടനയിലെ 356 വകുപ്പിൻ്റെ നിഷ്ഠുരമായ പ്രയോഗത്തിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇന്ത്യയിൽ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ പതറിപ്പോയിട്ടില്ല. കേരളത്തിൻ്റെ യാത്ര അവിടെ മുടങ്ങിപ്പോയിട്ടുമില്ല. പിന്നീടുള്ള പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാം മുൻപന്തിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെ ശക്തികളുടെയും എല്ലാവരുടെയും സമഫലമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ആവേശവും എല്ലാം കേരളത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. 57 ശേഷം 67 വീണ്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നു. അതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പ് ഇന്നും എന്നും CPI പറയും അത് നിർഭാഗ്യകരമായിരുന്നു. ആ ഭിന്നിപ്പിൻ്റെ തുടർച്ചയായിട്ട് ആയിരുന്നു 67 തെരഞ്ഞെടുപ്പ്. ഭിന്നിപ്പിന് ശേഷം 3ാമത്തെ കൊല്ലമാണെങ്കിലും CPIയും CPM അടക്കമുള്ള 7 പാർട്ടികൾ ഒന്നിച്ചുകൂടിയ ആ സപ്തകക്ഷി ഗവൺമെൻറ് അത് കേരളത്തിലെ രാഷ്ട്രീയ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ഗവൺമെൻറ്റാണ്. പക്ഷേ ആ ഗവൺമെൻറ്റിനകത്തും പലവിധ കാരണങ്ങളാൽ ആശയ വൈരുദ്ധ്യങ്ങൾ പൊന്തിവരികയും ആ ഗവൺമെൻറ് 69 നിലംപതിക്കുകയും ചെയ്തു. പിന്നീട് അധികാരമേറ്റ ഗവൺമെൻറ് അച്യുതാനന്ദൻ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റാണ് 57 മുമ്പുള്ള എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത സ്വപ്നങ്ങൾക്കെല്ലാം നിറം കൊടുക്കുവാനായി അവയെ സത്യമാക്കി മാറ്റാനായി പങ്കുവച്ച അച്യുതാനന്ദൻ ഗവൺമെൻറ് ഐക്യകേരള പിറവിക്ക് മുമ്പും അതിന് ശേഷവും ജനങ്ങൾ കണ്ട മഹത്തായ സ്വപ്നമായിരുന്നു ജന്മിത്വത്തിൻ്റെ അന്ത്യം. ജന്മവാഴ്ചയ്ക്ക് അവസാനം കുറിക്കണം. എത്രയോ പോരാട്ടങ്ങളിൽ ആ മുദ്രാവാക്യമാണ് ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിനുവേണ്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലെയും പോരാട്ടങ്ങളിൽ കർഷകർ അവരുടെ ജീവൻ വെടിഞ്ഞത്. ജനങ്ങൾ പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങി വന്നതും ആ ലക്ഷ്യത്തിൻ്റെ സാഫല്യം കാണുവാൻ വേണ്ടിയായിരുന്നു. 1970 ജനുവരി മാസം 1-ാം തീയതി ആ മഹത്തായ സമരങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം യാഥാർത്ഥ്യമായി മാറി. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ജന്മിത്വത്തിൻ്റെ അസ്ഥിവാരം അറുത്തു മാറ്റി. ജന്മിത്വത്തെ ഇവിടെ കുഴിച്ചു മൂടി. കൃഷിഭൂമി കൃഷിക്കാരൻ്റേതായി. കുടികിടപ്പുകാരെ ഇഷ്ടം പോലെ വലിച്ചെറിയാനുള്ള അവകാശം ഇല്ല എന്ന് പ്രഖ്യാപിച്ചത് 57 ഒന്നാമത്തെ ഗവൺമെൻറ്റായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ 1-ാം തീരുമാനമായിരുന്നു കുടിയിറക്ക് അവസാനിപ്പിക്കാനുള്ളത്. കാരണം അതിനു മുമ്പ് ജന്മിമാർക്ക് തോന്നിയാൽ കുടികിടപ്പുകാരെ ആ നിമിഷം സ്വന്തം കൂരയും പൊളിച്ചു മാറ്റി പാവങ്ങളെ അടിച്ചിറക്കാൻ അവർക്ക് നാഗമായിരുന്നു. ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ തീരുമാനം, കുടിയിറക്ക് അവസാനിപ്പിക്കാനുള്ള തീരുമാനം. ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഗവൺമെൻറ്റുകൾക്കെല്ലാം ആ ലക്ഷ്യം സുപ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് അച്യുതാനന്ദൻ ഗവൺമെൻറ് ആ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒന്നായി കണ്ടതും ആ വഴിക്ക് പ്രവർത്തിച്ചതും. അതുവഴി ജന്മത്വം ഇവിടെ ഇല്ലാതായി മാറി. ഏതാനും കൊല്ലം മുമ്പ് MT വാസുദേവൻ നായരോട് ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യമുണ്ടായത് കേരളപ്പിറവിയുടെ 50-ാം വാർഷികത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ 19 കൊല്ലം മുമ്പ്. അന്ന് MT ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ഭൂപരിഷ്കരണം എന്ന വാക്കായിരുന്നു അത്. അത് വളരെ ശരിയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ സംഭവം അതാണെന്ന് പറഞ്ഞ MTയുടെ വാക്കുകൾ അന്ന് മാത്രമല്ല ഇന്നും അതേ അളവിൽ ശരിയാണ്. ഇപ്പോൾ 69ാമത്തെ ഈ വർഷവും കേരളം പറയും, ഈ വർഷങ്ങളിൽ കേരളം കണ്ട ഏറ്റവും മഹത്തായ നേട്ടമോ പുരോഗതി സംഭവമോ അത് ജന്മിത്വത്തിൻ്റെ അന്ത്യം കുറിച്ച ഭൂപരിഷ്കരണമായിരുന്നു, ഭൂബന്ധങ്ങളുടെ മാറ്റം. അതാണ് കേരളത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ വഴിത്തിരിവ്. അതുവരെ കടന്നു പോകുന്ന ജീവിതപാതകളിൽ നിന്ന് വേറൊരു പാതയിലേക്ക് കേരളത്തിന് പോകാൻ കഴിയുമെന്ന് ബോധ്യമാക്കിയത് ആ നടപടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നേടിയ നേട്ടങ്ങളുടെ നീണ്ട കഥയാണ് കേരളത്തിന് പറയാനുള്ളത്. അതിനകത്ത് മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അടക്കം എല്ലാ രംഗത്തും കേരളം നേടിയ എല്ലാ നേട്ടങ്ങളുടെയും പിറകിൽ 57 മുതലുള്ള ഇത്തരം ഗവൺമെൻറ്റുകളെല്ലാം വഹിച്ച പങ്കുണ്ട്. അതിനകത്ത് സഖാവ് EMSൻ്റെ മഹത്തായ പങ്കുണ്ട്, സഖാവ് അച്യുതാനന്ദൻ്റെ മഹത്തായ പങ്കുണ്ട്. അതുപോലെ തന്നെ മഹത്തായ പങ്കാണ്
പിൽക്കാലത്ത് വന്ന എല്ലാ ഗവൺമെൻറ്റുകളും സഖാവ് PKയുടെ ഗവൺമെൻറ്, സഖാവ് നയനാരുടെ ഗവൺമെൻറ്, സഖാവ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റുകളെല്ലാം ഈ പറയുന്നതുപോലെയുള്ള ഇടതുപക്ഷ ദിശയിലുള്ള കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പങ്കുവഹിച്ചവയാണെന്ന് നാം ഇത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ നാം നിൽക്കുന്ന ഈ ഒരു എഴുത്തിരിവിൽ ഈ ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ഭൂപരിഷ്കരണ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനത്ത്, അതുപോലെ തന്നെ അനുബന്ധമായി ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ എല്ലാ രംഗത്തും വലിയ അളവിൽ പൂർത്തീകരിച്ച ഒരു ഗവൺമെൻറ്, സമസ്ത ജീവിത മേഖലയിലും ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞൊരു ഗവൺമെൻറ്, നീതി ആയോഗ് പോലും ഇന്നും പല കാര്യങ്ങളിലും നമ്പർ 1 എന്ന് വിളിച്ചുകൊണ്ട് വാഴ്ത്തുന്ന ഗവൺമെൻറ്, അതാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ്. ഇത്രയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒരു വലിയ യാത്രയാണ് നാം ഓർക്കുന്നത്. ആ യാത്ര വലിയ യാത്രയാണ്. നാം അതിനെ മഹത്തരം എന്നാണ് വിളിക്കേണ്ടത്. ആ യാത്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചൊരു വലിയ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷത്തിൻ്റെ പൊതു രാഷ്ട്രീയ ബോധം, മറ്റ് സാമൂഹിക ശക്തികൾ, ഇടതുപക്ഷ മതേതര ബോധമുള്ള നമ്മുടെ ജനങ്ങൾ, അതെല്ലാം വഹിച്ച വലിയ പങ്കിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. കേരള വികസനത്തിൻ്റെ ഭാവിയിലെ വഴി എന്താണ്? സ്വാഭാവികമായിട്ടും എല്ലാ വികസന പരിപ്രേക്ഷ്യവും പറയുന്നുണ്ട്. ഭൂപരിഷ്കരണത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ടുണ്ടാകേണ്ടത് വ്യവസായവൽക്കരണമാണ്, വ്യവസായ പുരോഗതിയാണ്. അത് കേരളത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് LDF ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. അതെല്ലാം എണ്ണി പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. വലിയ മാറ്റങ്ങൾ. നിക്ഷേപകന്മാർക്ക് കേരളം ഒരു പ്രിയപ്പെട്ട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തലങ്ങളിലുമുള്ള ഏറ്റവും ചെറിയ നിക്ഷേപങ്ങളുള്ള സ്റ്റാർട്ടപ്പുകൾ മുതൽ കോടികളുടെ നിക്ഷേപങ്ങളുള്ള വൻകിട പദ്ധതി വരെ വ്യവസായ രംഗത്ത് കേരളത്തിൻ്റെ മോച്ചായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നാം ഉയർത്തിപ്പിടിക്കുകയും വേണം. വികസനത്തിൻ്റെ സത്ഫലങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തണം. അത് എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഒന്നാണ്, അല്ലാതെ വേലക്കിടക്കാർക്കുള്ള അവകാശപ്പെട്ട ഒന്നല്ല. കേരളത്തിൽ ഇടതുപക്ഷം എന്നും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് വികസനത്തിൻ്റെ സത്ഫലങ്ങൾ എല്ലാവർക്കുമായി എത്തണമെന്നാണ്. അതിനുവേണ്ടിയാണ് LDF സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, വ്യവസായ രംഗത്തുള്ള മാറ്റങ്ങൾ, കാർഷിക മേഖലയിലെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കെല്ലാം അനുരോധമായിട്ടുണ്ടാകേണ്ടുന്ന എല്ലാ പുരോഗതിയും ഇവിടുത്തെ സാമാന്യ മനുഷ്യൻ്റെ ജീവിതത്തിനും പ്രതിഫലിക്കണം. അതിനുവേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ഈ നവംബർ മാസം 1-ാം തീയതി അതിദാരിദ്ര്യത്തിൽ നിന്നും സമ്പൂർണ്ണമായും മുക്തമാകാൻ പോകുന്ന കേരളത്തിൽ അതിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി നാം എല്ലാം കാതോർക്കുന്ന വേളയിൽ നാം കേട്ടത് സമൂഹത്തിലെ എല്ലാ പാവങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് സാധ്യമായ അത്രയും ഒരു ആശ്വാസം എത്തിക്കാൻ വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികളുടെ അടിസ്ഥാനം ക്ഷേമമാണ്, വെൽഫെയറാണ്. അത്തരം ക്ഷേമ പദ്ധതികളുടെ വലിയ പരമ്പരയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പരമ്പരകൾക്ക് വലിയ അർത്ഥമുണ്ട്. അതിലൂടെ വീണ്ടും കേരളം പറയുകയാണ്, കേരളത്തിൻ്റെ വഴി വേറെ വഴിയാണ്. എല്ലാ രംഗത്തും ആ കാര്യം നമുക്ക് പറയാൻ കഴിയും. പറയുമ്പോൾ നിലയ്ക്കാത്ത ആവേശം നമുക്കെല്ലാം ഉണ്ടാകുന്നുമുണ്ട്. വലതുപക്ഷ ഭരണത്തിൻ്റെ നയങ്ങൾ ഇന്ത്യയിലെമ്പാടും വലിയവർക്ക് വേണ്ടി, സമ്പന്നമാർക്ക് വേണ്ടി മാത്രമുള്ള പാതകളാരായുമ്പോൾ ഇവിടെ ഇതാ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ വികസനമാണ് ലക്ഷ്യമെന്ന് പറയുന്ന ജനപക്ഷ വികസനത്തിൻ്റെ മാർഗമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്റെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ആവേശപൂർവ്വം. ഈ 69-ാം വാർഷിക വേളയിൽ ഇത്രയും വ്യാപകമായ തരത്തിൽ ജനങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാകും വിധം നേട്ടങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിവാദ്യം ചെയ്യുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ശക്തിപ്പെടലിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ജനങ്ങൾ തീർച്ചയായിട്ടും അണിചേരുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്. വരാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിലെല്ലാം ഈ ജനവികാരത്തിൻ്റെ ശക്തിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ വെളിച്ചത്തിലാണ് നാം പറയുന്നത്, നാം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നടപടികളും, നാം നടത്തുന്ന ഓരോ കാൽവയ്പ്പുകളും അത് ജനങ്ങൾക്ക് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ടായിരിക്കും. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അടക്കമുള്ള എല്ലാ സർവീസ് മേഖലയിലും അടക്കം എല്ലായിടത്തും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നാം ജനങ്ങളെ കാണുന്നുണ്ട്. ആ ജനങ്ങളെ കാണാത്ത ഒരു വഴിയല്ല ഇടതുപക്ഷ വഴിയെന്ന് നാം വ്യക്തമായി പറയുന്നു. അതുകൊണ്ടാണ് എല്ലാ രംഗത്തും വർഗീയ ഭ്രാന്തിൻ്റെയും ഫാസിസ്റ്റ് ആശയത്തിൻ്റെയും കോർപ്പറേറ്റ് കൊള്ളയുടെ താല്പര്യങ്ങളുമായി വലതുപക്ഷം അതിൻ്റെ ഒരു വികസന വഴികളെപ്പറ്റി ഉറക്കെ പറയുമ്പോൾ ആ വഴിക്ക് മുമ്പിൽ അചഞ്ചലമായി നിന്നുകൊണ്ട്
കേരളം പറയുന്നുണ്ട് ആ വഴിയല്ല നമ്മുടെ വഴിയെന്ന്. നമ്മുടെ വഴിയുടെ കേന്ദ്രസ്ഥാനത്ത് നാം ജനങ്ങളെ കാണുന്നുണ്ട്. അവരെയാണ് നാം നമ്മുടെ വഴികാട്ടികളായി കാണുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാ വികസന പദ്ധതിയുമെന്നും നാം തെളിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടി നടപടികളുടെ ആവേശം സമൂഹമാകെ ഏറ്റുവാങ്ങുന്ന വേളയിലാണ് നാം ഐക്യകേരളത്തിൻ്റെ 69ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഐക്യകേരളത്തിൻ്റെ പിറന്നാൾ നാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മലയാളികളെയും എല്ലാ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം.